പ്രൈസലോണം കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇത് സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനിശ്ചിതയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങൾ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ചോ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് രേഖപ്പെടുത്തി തരുന്ന വചനം എല്ലാ കാലഘട്ടത്തിലും നാം അറിഞ്ഞിരിക്കേണ്ട അതിശ്രേഷ്ഠമായ തിരുവെഴുത്താണ്. പ്രൈസലോ നമുക്ക് ഇത് ഡിസംബർ മാസം ആമീനാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ വലിയ ജനിച്ച ആ ദിവസത്തെക്കുറിച്ചുള്ള യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള തിരുപ്പിറവിയെക്കുറിച്ചുള്ള ആഘോഷം. ജനം അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുന്നോടിയായി ക്രൈസ്തവ സമൂഹം 25 നോമ്പൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. പ്രൈസലോ നല്ല കാര്യങ്ങളൊക്കെയാണ് 25 നോമ്പൊക്കെ എടുത്ത്. പക്ഷെ 25-ാമത്തെ ദിവസം എങ്ങനെയായി തീരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ഭാഗം മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അപ്പൊ യേശുവിന്റെ ജനനം എന്താണ്? തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് വിടിവിക്കുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് ലോകത്ത് നടക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി ജനം പാപത്തിലേക്ക് പോവുക. വചനവും അല്ലെങ്കിൽ ജനവുമായിട്ട് എത്ര വ്യത്യാസമാണ്. യേശുവിന്റെ ജനനത്തോടുകൂടി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം നൽകി ജനത്തെ നീതീകരിക്കാൻ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യാവതാരം എടുക്കുമ്പോൾ അതിനെ ഒരു കൂട്ടം ജനം അനുകൂലിക്കുമ്പോൾ മറ്റൊരു കൂട്ടം ക്രൈസ്തവ വിശ്വാസികൾ ചെയ്യുന്നു. അവർ യേശുവിന്റെ ജനനത്തോടനുബന്ധമായി ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു 25 നോമ്പെടുക്കുന്നു, 24-ാം തീയതി രാത്രി തൊട്ട് അടിച്ചു പൊളിച്ച് പാപത്തിലേക്ക് വീഴുന്നു. അപ്പൊ അവരുടെ നോമ്പും അവരുടെ ഈ ക്രിസ്മസിന്റെ ആഘോഷവും എന്താണ്? എത്രമാത്രം അകലെയാണ് ദൈവമായിട്ട് ഈ ജനം നിൽക്കുന്നത്. അപ്പൊ യേശുവിന്റെ പേരിടണം. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പേര് നിർദ്ദേശിക്കുന്ന സംഭവങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ മുതലേ ഉള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 11-നും 17-ന്റെ 19-നും ഒക്കെ കാണാൻ കഴിയും. ദൈവം നിർദ്ദേശിക്കുന്ന പേരുകൾ അർത്ഥവത്താണ്. ഇവിടെ പേര് നിർദ്ദേശിക്കുമ്പോൾ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടണം എന്ന് ദൂതൻ പറയുക. പ്രൈസലോ ഹല്ലേലൂയ. അപ്പൊ യേശു എന്ന പേരിന് രക്ഷകൻ എന്നാണ് അർത്ഥം. യഹൂദന്മാരുടെ ഇടയിൽ യേശു എന്ന പേര് പലർക്കും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരുവെഴുത്ത് വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ ഇവിടെ യേശു ക്രിസ്തുവിന്റെ പേരിനോട് അനുബന്ധം മറ്റൊന്ന് പറയുന്നത് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. അപ്പൊ ദൈവം ആരോട് കൂടെയാണ്? ദൈവം നമ്മോട് കൂടെയാണ്. വിശ്വസിക്കുന്നവരോട് കൂടെ ദൈവമുണ്ട്. വിശ്വസിക്കാത്തവനെ ദൈവം അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ വിശ്വാസം പകരുവാനും ആഗ്രഹിക്കുന്നു, വ്യക്തം ചെയ്യും. അപ്പൊ യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും അപ്പോൾ തന്നെ യേശു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ജഡാവതാരം എടുത്തവനാണെന്നും യേശുവിന്റെ ജനനത്തിലൂടെ മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം ലഭിക്കുമെന്നും മാനവകുലത്തിന് പാപപരിഹാരം തന്ന് നമ്മെ നീതിയിലേക്ക് നടത്തിക്കഴിഞ്ഞാൽ പിന്നെ യേശു എല്ലാ കാലഘട്ടത്തിലും നമ്മോട് കൂടെ ഇരിക്കും എന്നുള്ള വചന യാഥാർത്ഥ്യത്തെ നാം പഠിക്കുമ്പോഴാണ് നമുക്ക് യേശുവിന്റെ സ്നേഹത്തെ അനുഭവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നിങ്ങൾ ഓരോരുത്തരോടും കൂടെ യേശു വസിപ്പാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഓരോരുത്തരോടും കൂടെ യേശു വസിപ്പാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃദ്ധരും അശരണ യാചകരും ഓർഫണേജിലുള്ളവരും
ഓൾട്ടേജ് ഹോമിലുള്ളവരും ജുവൈനൽ ഹോമിലുള്ള തടവറയിലുള്ള സകല ജനത്തിനും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാരടക്കം എല്ലാ മത നേതാക്കന്മാരിലും എല്ലാ സാമൂഹിക സംസ്കാര എത്ര മീഡിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അടക്കം എല്ലാ സയന്റിസ്റ്റുകളിലും ഫ്രേസറോ എല്ലാ അല്ലെങ്കിൽ ഗോത്രങ്ങളും ദ്വീപുകളും ആദിവാസികളും ട്രൈബൽ മേഖലയായിരിക്കുന്ന നിങ്ങൾ കണക്കൂട്ട് നോക്കി. അങ്ങനെ എല്ലാവരുടെ ഉള്ളിൽ ദൈവം വസിപ്പാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളതാണ്. അപ്പം ജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ്, ജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതെന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു പ്രമാണത്തെ മാറ്റി നിർത്തിയിട്ടാണ് ഡിസംബർ 25 യേശുവിന്റെ ജനത്തോട് ആഘോഷിക്കുന്ന ജനം അവർ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് അവർ വീണ്ടും പാപത്തിലേക്ക് വീഴുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശു എല്ലാവരോടും കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ബേത്ലഹേമിൽ ജനിച്ച ഇമ്മാനുവേൽ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ ഓരോ നിമിഷവും നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ ആനന്ദപരമായിട്ട് സന്തോഷത്തോടുകൂടി അനുഗ്രഹപ്രദമായി നിങ്ങളെ കാത്തു സൂക്ഷിപ്പാൻ ദൈവം ആഗ്രഹിക്കുക. രക്തം ചെയ്യാൻ നിങ്ങളെ ദൈവം കാത്തു സൂക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ അല്ലയ്യ, നിങ്ങളോടുകൂടെ എല്ലാ കാലത്തും നിങ്ങളുടെ ഭർത്താവ് കാണത്തില്ല, നിങ്ങളുടെ ഭാര്യ കാണത്തില്ല, നിങ്ങളുടെ മക്കൾ കാണത്തില്ല, മാതാപിതാക്കൾ കാണത്തില്ല, സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ആരും നിങ്ങളോടുകൂടെ എല്ലാ കാലത്തും കാണത്തില്ല. അങ്ങനെ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മോടുകൂടെ എല്ലാ കാലഘട്ടത്തിലുള്ളത് യേശുക്രിസ്തു മാത്രമാണ്. ഇനി ഞാൻ എന്നെ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഞാൻ ഒരുപാട് ലോകപ്രകാരം ജീവിച്ചിട്ട് വിശ്വാസത്തിൽ വന്ന് 2000 ആണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. പ്രൈസലോ 2003 ഞാൻ വിവാഹം കഴിച്ച് ഏകദേശം 2023 ഏപ്രിൽ ആയപ്പോഴത്തേനും എൻ്റെ വൈഫ് പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു. ഹല്ലേലൂയ. അപ്പൊ എന്റെ വിശ്വാസം എന്തായിരുന്നു, അവളെല്ലാ കാലഘട്ടത്തിലും എന്നോട് കൂടെ ഇരിക്കും, ഞാൻ അവളോട് കൂടെ ഇരിക്കുമെന്ന് അവളും പ്രതീക്ഷിച്ചു കാണും. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഞങ്ങളുടെ 20 വർഷത്തെ കുടുംബജീവിതത്തിന് ശേഷം അവൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ ലോകം വിട്ട് പോയി. ദൈവം അവളെ വിളിച്ചു ചേർത്തു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാരണം, നമ്മോട് കൂടെ ഇരിക്കുമെന്ന് പറയുന്ന ഭാര്യ പോലും നമ്മോട് കൂടെ കാണത്തില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മോടുകൂടെ നമ്മുടെ ജീവിതാവസാനം വരെ ഇരിക്കുന്നവൻ യേശുക്രിസ്തുവാണെന്ന് ഞാനിവിടെ വ്യക്തമായിട്ട് പറയുന്നത് എൻ്റെ ജീവിതത്തിന്റെ അനുഭവം കൂടെ കൂട്ടിയാണ്. പ്രൈസലോ. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, എന്നെ പലരും പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ട് പറയാറ് ഉള്ളത് വീട്ടിനകത്തെ പ്രശ്നങ്ങളാണ്, ഭവനത്തിലെ പ്രശ്നങ്ങളാണ്, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. പ്രൈസലോ. നിങ്ങൾ സത്യവചനത്തെ യഥാർത്ഥമായി അനുസരിച്ചും വിശ്വസിച്ചും രക്തം ചെയ്യാൻ വലിയ വചനാധിഷ്ഠിതമായൊരു ജീവിതം നയിച്ചാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഈ ഭൂമിയിലെ ജീവിതം പൂർത്തീകരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ എത്തുവാൻ കഴിയും. അല്ല നിങ്ങൾ ഇവിടുത്തെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിത്യതയിലെത്താൻ കഴിയത്തില്ല. അല്ലെങ്കിൽ അപ്പൊ യേശു എല്ലാ കാലഘട്ടത്തിലും നമ്മോട് കൂടി ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം ഇമ്മാനുവേൽ, ഹല്ലേലൂയ, ഇമ്മാനുവേലായി നമ്മോട് കൂടെ ഇരിക്കുന്നത് എത്ര ഭയങ്കരമല്ലേ. ഹല്ലേലൂയ. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച, ചന്ദ്രന്മാരെ സൃഷ്ടിച്ച്, കരയും കടലിനെ സൃഷ്ടിച്ച്, ഈ പ്രകൃതിയെ മനോഹരമായി സ്തോത്രം വൃക്ഷലതാദികൾ കൊണ്ട് അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന സ്തോത്രം കോടാനുകൂടി പക്ഷികൾക്കും മൃഗാദികൾക്കും ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യന്റെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിയുന്ന, അതുപോലെ മനുഷ്യന്റെ സകല പാപങ്ങളിൽ നിന്നും മനുഷ്യനെ വിടുവിച്ച് രക്ഷയിലേക്ക് നയിക്കുന്ന സർവജ്ഞാനിയായ സർവശക്തനായ ഈ അണ്ടകടാകത്തിന്റെ ഉടയവൻ, അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്ന വിഭാഗത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ ഈ കർത്താവ് ഇമ്മാനുവേലായി നമ്മോടുകൂടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾ എത്ര സന്തോഷമുള്ളവരാ. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ലോകത്തെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല.
ലോകത്തെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ടോ ലോകത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനഃപ്പാഠമാക്കിയത് കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് പ്രയോജനമില്ല. അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ടെങ്കിൽ അവൻ സർവശക്തനാണ്, അവൻ സർവവ്യാപിയാണ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് അബ്രഹാമിനോട് ഇവിടെ യഹോവയായ കർത്താവ് ഉൽപ്പത്തി പുസ്തകം 17 ലാസ്റ്റ് വായിച്ചു കാണാൻ കഴിയും. ഹല്ലേലൂയ. ഈ സർവശക്തിയുള്ള ദൈവം, മുഖപക്ഷമില്ലാത്ത ദൈവം, തന്റെ ജനത്തെ പാപങ്ങൾ രക്ഷിപ്പാൻ ഇരിക്കെ കണ്ടവൻ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞ ആ ഇമ്മാനുവേൽ, ഹല്ലേലൂയ, നമ്മോട് കൂടെ. ഇമ്മാനുവേൽ നിങ്ങളോട് കൂടെ ഉണ്ടോ? ദൈവം നമ്മോട് കൂടെ നടത്തുമ്പോൾ ഇമ്മാനുവേൽ അഥവാ യേശു നിങ്ങളോട് കൂടെ ഉണ്ടോ സഹോദര സഹോദരി? അല്ലെങ്കിൽ യേശു നിങ്ങളോട് കൂടെ വസിച്ചാൽ നിങ്ങൾ ഒരു ദുർആമി സ്വഭാവങ്ങളിലേക്കും ഒരു അശ്ലീലമായ മാർഗത്തിലേക്കും ദൈവ ഇഷ്ടമല്ലാത്ത വഴിയിലൂടെ നിങ്ങൾ പോകുകയോ നിൽക്കുകയോ അവിടെ സഞ്ചരിക്കുകയോ അവരോടൊപ്പം കൂട്ടുകൂടുകയോ ചെയ്യത്തില്ല, ദൈവം ഇഷ്ടപ്പെടാത്തടത്ത്. അപ്പൊ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല വഴിയെ യാത്ര ചെയ്യും. ദൈവം നിങ്ങളോട് കൂടെ ഇല്ലെങ്കിൽ സകല ദോഷവശങ്ങളിൽ നിങ്ങളോട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ നിന്നെ കൈവിടുകയില്ല. ഇമ്മാനുവേൽ എന്ന് പറയുന്ന ദൈവം നമ്മെ കൈവിടുകയില്ല. അതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, 13-ാം അധ്യായം എബ്രായ ലേഖനം 13 ഹല്ലേലൂയ 5 വായിക്കുക കാണുന്നത്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇമ്മാനുവേൽ നമ്മോട് പറയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം, ദൈവാഗ്രഹം പാടില്ല. അനുദിന ജീവിതത്തിൽ നമ്മെ നടത്തുവാൻ ദൈവം ശക്തനാണ് എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഉള്ളത് കൊണ്ട് തൃപ്തി. എത്ര വലിയ കോടീശനായിരുന്നാലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. എത്ര വലിയ കോടീശനായിരുന്നാലും അവൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവൻ വീണ്ടും വീണ്ടും പെരുക്കാനാണ് നോക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ തനിക്കുള്ളതിൽ സംതൃപ്തി ഉള്ളവനാണ് ഏറ്റവും വലിയ ധനവാൻ. എന്നാൽ ഉള്ളതിനകത്ത് വളരെ സംതൃപ്തിയുള്ളവൻ, അവനാണ് ഏറ്റവും വലിയ ധനവാൻ എന്ന് പറയുന്നത്. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമെന്ന് 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം പറയുന്നുണ്ട്. ദിവ്യാഗ്രഹമില്ലാത്തവനായി, ദിവ്യാഗ്രഹ ചിന്തയില്ലാത്തവനായി നമ്മൾ ജീവിക്കണം. എന്നാൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ കൊള്ളപ്പലിശക്കാരനായി, വ്യാപാരികളായി, കള്ളത്തുലാസുമായിട്ട് മനുഷ്യനെ വഞ്ചിക്കുന്ന, മനുഷ്യനെ അപഹരിക്കുന്ന, സ്തോത്രം, മനുഷ്യനെ കബളിപ്പിച്ചു മേടിക്കുന്ന കൊള്ളപ്പലിശക്കാരുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന അനവധി ദിവ്യാഗ്രഹികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ചിന്തിക്കാൻ കർത്താവ് പറയാൻ, ഹല്ലേലൂയ, നിങ്ങൾ നടപ്പ് ദിവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ എന്ന്. ഒരു അത്യാഗ്രഹിക്കും ഒരു ദിവ്യാഗ്രഹിക്കും സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഭൂമിയില് കോടിക്കണക്കിന് രൂപയുടെ കൊള്ളപ്പലിശ വാങ്ങുന്ന കള്ളപ്പണം നടത്തുന്നവരുടെ പറയട്ടെ, നിനക്കും ദൈവരാജ്യത്തിൽ പടിപോലും കാണാൻ പറ്റത്തില്ല. സ്വർഗരാജ്യത്തിൽ അവിടെ ചെന്ന് കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കാനോ, അവിടെ ചെന്ന് പിരിവെടുക്കാനോ, അവിടെ ചീത്ത വിളിക്കാനോ, ഗുണ്ടായുസം നടത്തുന്നതിനോ അവിടെ അവകാശമില്ല നിനക്ക്. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാൻ അവൻ യേശു എന്ന് പേർ വിളിക്കും. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ കൊള്ളപ്പലിശയ്ക്ക് പോകേണ്ട കാര്യമില്ല, ബ്ലേഡ് നടത്തേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. കാരണം ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മെ കൈവിടാതെ ഉപേക്ഷിക്കാതെ നമ്മോട് കൂടെ ഇരിക്കുന്ന ഇമ്മാനുവേലായ ദൈവം. പ്രൈസ്. അപ്പൊ നമ്മോട് കൂടെ ഇരിക്കുന്ന ആരാണ്? ഇമ്മാനുവേലായ ദൈവം. പ്രൈസ്. ഇന്ന് പകരം ഞാൻ ചോദിക്കട്ടെ, ഇമ്മാനുവേലായിരിക്കുന്ന ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടോ? പ്രൈസ്. വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കാൻ കാണുന്നുണ്ട്. ഇമ്മാനുവേലായിരിക്കുന്ന ദൈവം പറയാണ്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് വീണ്ടും നമ്മോട് കൂടെ വസിക്കുവാനായി, ഇമ്മാനുവേലായി വസിക്കാൻ വേണ്ടി യേശു പറയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്. ഓർത്തേക്ക്, കർത്താവ് ഇമ്മാനുവേൽ പറയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഇന്ന് പകല് വചനം കേൾക്കുന്ന യുവതി യുവാക്കന്മാരെ, ഹല്ലേലൂയ, ഇന്നത്തെ കാലം യുവതി യുവാക്കന്മാർക്ക് ഒരുപാട് ഫ്രണ്ടുണ്ട്. നമുക്കറിയാം, കുട്ടികൾക്കെല്ലാം ഫ്രണ്ടാണ്. ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ഫ്രണ്ടാണ്.
ഒരുപാട് കവിതാക്കൾ അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാം നിന്നെ മരണം വരെ ഉപേക്ഷിച്ച് നിന്നെ മരണം വരെ ചേർത്ത് പിടിക്കും, നിന്നോട് കൂടെ ഞാൻ ഉണ്ടാകും, നമ്മൾ രണ്ടും ഒന്നിച്ചുണ്ടായി എന്നൊക്കെ പറയുന്ന എത്രയോ ആളുകൾ പരസ്പരം വഞ്ചിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്തു, പുഴയിൽ ചാടി മരിച്ചു, ആത്മഹത്യ ചെയ്തു, കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി, വലിയ മലയുടെ മുകളിൽ നിന്ന് ചാടി മരിച്ചു. ഹല്ലേലൂയ. പരസ്പരം വലിയ ചതിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പലരും വലിയ ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാർ പറയട്ടെ, നീ കബളിക്കപ്പെടരുത്, നീ വഞ്ചിക്കപ്പെടരുത്. ഹല്ലേലൂയ. നിന്നോടുകൂടെ ഈ ആരും ഇരിക്കത്തില്ല. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ യുവതി യുവാക്കന്മാരോട് പറയട്ടെ, നിങ്ങൾ ചതിവിൽ അകപ്പെടരുത്. ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേൽ മാത്രമേ ലോകാവസാനത്തോളം അഥവാ നിന്റെ മരണം വരെ നിന്നോട് കൂടെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിന്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആരായിരിക്കണം? യേശു ആയിരിക്കണം. പ്രൈസലോ. ഞാൻ നിങ്ങളോട് എനിക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ട് യേശുവാ. കാരണം ഞാൻ അനുഭവത്തിലാ സ്വതന്ത്രം. കാരണം എന്നോട് കൂടെ ലോകാവസാനത്തോളം ഉണ്ടെന്ന് പറഞ്ഞത് യേശുവാ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കും. മത്തായി വിശേഷം ഹല്ലേലൂയ 28 അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 20 വാക്യം പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ലേലിയ. അപ്പൊ ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത വാക്കുമാറാത്തവനായിരിക്കുന്ന ഇമ്മാനുവേലായിരിക്കുന്ന ദൈവം നമ്മെ വലം കൈപിടിച്ച് നടത്തുന്നത് കൊണ്ട് സ്തോത്രം. ആകുലതകളുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ സ്തോത്രം ഒരു കൈത്താങ്ങലില്ലാതെ വരുമ്പോൾ നമുക്കൊരു ആശ്വാസദായകനായി ഇമ്മാനുവേൽ നമ്മോട് കൂടെയുണ്ട്. എങ്ങനെ? ലോകാവസാനത്തോളം. രക്തജയം കരമടിച്ച് ദൈവത്തെ ഒന്ന് വിശ്വസിച്ചാൽ എന്നെ കേൾക്കുന്ന സുഹൃത്തെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതാവസാനം വരെ യേശുവിനെ ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ ജീവിതാവസാനം വരെ യേശുവിനെ ചേർത്ത് പിടിക്കണം. യേശു ആയിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ, അവസാന ശ്വാസം പോകുന്നിടം വരെയും. ഹല്ലേലൂയ. യേശു നമ്മോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് മരിച്ചിട്ടുള്ള അനവധി ഭക്തന്മാരുണ്ട് കേട്ടോ. പ്രൈസലോ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. അപ്പം ഇവിടെ പറയുകയാണ്, ഞാനും എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ആകാശത്തെ ഹല്ലേലൂയ, ആകാശമണ്ഡലങ്ങളെ വെടിഞ്ഞ് ഈ ലോകത്തേക്ക് വന്ന ജനങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തിയവനാണ്. ഹല്ലേലൂയ. അവൻ നമ്മോട് കൂടെയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതാ ഫിലിപ്പിലേഖൻ 2:5 വാങ്ങി, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി. എന്തിനാ? നമ്മോട് കൂടെ ഇരിക്കുവാൻ. ഹല്ലേലൂയ. നമ്മോട് കൂടെ ഇരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുപാട് കൂട്ടുകാരുമായി കൂടി അവിടെ ഇവിടുന്ന് അല്ലെങ്കിൽ നുണ പറഞ്ഞിരിക്കാനൊന്നും അല്ല ദൈവം നമ്മെ ഇവിടെ സൃഷ്ടിച്ചാക്കി. നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കാനാണ്. ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ, ദൈവത്തോട് കൂടെ നടക്കുവാൻ, ദൈവത്തോട് കൂടെ വാസം ചെയ്യുവാൻ, അപ്പനും മക്കളും എന്ന പോലെ സന്തോഷമായി ജീവിക്കാൻ, ഒരു കുടുംബമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആദമിനെ ഔവ്യം സൃഷ്ടിച്ച്. ഹല്ലേലൂയ. ഏതെങ്കിലും ദൈവം കിഴക്കൊരു തോട്ടമുണ്ടാക്കി. ഹല്ലേലൂയ. ഭൂമിയിൽ ദൈവം ഏതൻ തോട്ടം ഉണ്ടാക്കി അതിനകത്ത് മനുഷ്യനെ പാർപ്പിനായി ഏൽപ്പിച്ചു. എന്നാൽ സൂത്രക്കാരനായിരിക്കുന്ന പാമ്പ് സാത്താൻ എന്ത് ചെയ്തു? അവന് ഉപായത്താൽ ഹവ്വയുടെ ഹൃദയത്തെ വശീകരിച്ചു. ഹവ്വയുടെ ഹൃദയത്തെ വശീകരിച്ച് തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം അവളെ കൊണ്ട് തീറ്റിച്ചു. അവൾ പാപിയായി മാറി. അപ്പൊ ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടി ഇരിക്കുമെന്ന് പറയുന്ന ഇമ്മാനുവേൽ ദൈവ സാന്നിധ്യം ഹവ്വയിൽ നഷ്ടപ്പെട്ടു, ആദമിൽ നഷ്ടപ്പെട്ടു. അവർ പാവികളായി മാറി. ഹല്ലേലൂയ. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഇമ്മാനുവേലിന്റെ സ്നേഹത്തെ തരാൻ വേണ്ടിയിട്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വചനം ജനമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞനായി ഈ ഇമ്മാനുവേലായി ദൈവം നമ്മോടുകൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നത്. വ്യക്തം ചെയ്യും. ഇന്ന് പകൽ മാതാപിതാക്കളെ, കർത്താവിനെ മാത്രമേ കൂട്ടത്തിൽ ചേർത്ത് കൊണ്ട് നടക്കാവുള്ളൂ. അല്ലെങ്കിൽ എന്നും കണ്ടും മനുഷ്യനുമായിട്ടുള്ള സമ്പർക്കങ്ങൾ വേണ്ടെന്നല്ല, സംസർഗങ്ങൾ വേണ്ടെന്നല്ല, ഇടപാടുകൾ വേണ്ടെന്നല്ല. അതൊക്കെ എല്ലാം പരിധികളായിരിക്കും, പരിമിതിക്കകത്തായിരിക്കണം.
പ്രൈസറോ പരിമിതിയില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരുവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവൻ നിന്റെ കാൽ കല്ലി തട്ടിപ്പോകാതിരിപ്പാൻ നിന്നെ കാത്തു സൂക്ഷിക്കുന്നവനാണ്. ഹല്ലേലൂയ. നിന്റെ മനസ്സിന്റെ വേദനകളെ മാറ്റുവാൻ, നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ, നിന്റെ ദുഃഖങ്ങളെ മാറ്റുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ ഇമ്മാനുവേൽ നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീര് ഉടയ്ക്കുവാൻ ഇമ്മാനുവേൽ നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ സ്തോത്രം, നിങ്ങളുടെ കണ്ണുനീരെല്ലാം അവൻ തുടയ്ക്കും. പ്രൈസറോ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങളൊക്കെ ഉണ്ടെന്നേ. ഹല്ലേലൂയ. ഇതിന്റെ എല്ലാം നടുവിൽ ഇമ്മാനുവേൽ കൂട്ടത്തിലുണ്ടായിരിക്കണം. പ്രൈസറോ. അതുകൊണ്ട് ഈ ഡിസംബർ മാസം ഇപ്പോൾ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഡിസംബർ 25 ഇമ്മാനുവേൽ നിന്നിൽ നഷ്ടപ്പെട്ടു പോകരുത്. ബീവറേജുകളെല്ലാം ഒരുങ്ങി, അല്ലെങ്കിൽ ബാറുകളെല്ലാം ഒരുങ്ങി. ഇവിടെയാണ് ബീവറേജ്, ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത ബീവറേജ്. അല്ലേരിയ. അവിടെയാണെങ്കിൽ ഈയിടെ 2-3 ലോഡാ ഒന്നിച്ചു വന്നത്. അല്ലെങ്കിൽ യൂണിയൻകാർ ഒരു ദിവസം മുഴുവൻ ഇറക്കാം. എന്തിനാ? ഈ ഡിസംബർ 25 വേണ്ടിയിട്ടാ. ഡിസംബർ 24, 25 വന്ന് കഴിയുമ്പോഴത്തേനും അവർ ഇമ്മാനുവേലിനെ കാത്തിരുന്ന ഈ ജനം, ഉപവാസത്തോടെ കാത്തിരുന്നവർ 24 രാത്രി 25 കൊണ്ട് എന്ത് ചെയ്യും? ഇമ്മാനുവേലിനെ പുറത്താക്കും. ലേലിയ. പിന്നെ അവർക്ക് ഇമ്മാനുവേൽ വേണ്ട, പിന്നെ അവർക്ക് ബ്രാൻഡിക്കുപ്പി മതി അവരോട് കൂടെ. അതുകൊണ്ട് ചിലരുടെ ജീവിതത്തിൽ ഇമ്മാനുവേൽ അല്ല, ദൈവം നമ്മോട് എന്നർത്ഥം ഇമ്മാനുവേൽ അല്ല, ചിലരുടെ കൂടെ ബ്രാൻഡിക്കുപ്പിയാ കൂടെ. അവർ 25 ദിവസം ഉപയോഗിച്ച് അടിച്ചു പൊളിച്ച് ഉടച്ച് നാശമാക്കി, കുപ്പി ഉടയുന്നവർ ഉടച്ചിട്ട് ചിലതൊക്കെ ഡിസംബർ 25 ആകുമ്പോൾ വീട്ടിലും വഴക്കുണ്ടാക്കി, നാട്ടിലും വഴക്കുണ്ടാക്കി, അടിപിടി ഉണ്ടാക്കി, ചിലതൊക്കെ വഴിയോരത്തും കടത്തിന്റെയിലും ഓടയിലും ഒക്കെ വാള് വെച്ച് കിടക്കുന്നത് കാണാൻ കഴിയും. ചിലതൊക്കെ ക്രിമിനൽ കേസിൽ അകപ്പെട്ട്, ചിലതൊക്കെ പോലീസ് സ്റ്റേഷനകത്ത് പിടിയിലകപ്പെടും, ചിലതൊക്കെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും. ശരിയല്ല. പിന്നെ എന്താണ് നിങ്ങൾ ആര് കൂടെ ഇരിക്കാനാ? ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപവസിച്ചത്? പ്രൈസറോ. ഇമ്മാനുവേൽ നിങ്ങളുടെ കൂടെ ഇരിക്കാനാണെങ്കിൽ നിങ്ങളുടെ ദുർസ്വഭാവങ്ങളെ മുഴുവൻ, നിങ്ങളുടെ അശുദ്ധമായ ജീവിതത്തെ മുഴുവൻ മാറ്റിക്കളയണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്താണ് വേണ്ടിയത് കേട്ടോ. ഹല്ലേലൂയ. യേശു ജനിച്ചു എല്ലാ വർഷവും യേശു ജനിക്കുന്നത് നോക്കിയിരിക്കരുത്. പ്രൈസറോ. ഇന്നത്തെ ഇപ്പൊ ഈ ഡിസംബർ 25 24 വരെ യേശുവിനെ അവർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉപവസിക്കും. 25-ാം തീയതി യേശുവിനെ ആമയാലിയെ പുറത്താകും. പിന്നെ അടുത്ത ഡിസംബറിൽ നിങ്ങൾക്ക് ഇരിക്കുക. അല്ലേരിയ. അങ്ങനെയല്ല. ഇതൊക്കെ 2025 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേരിയ മാനകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി സ്വർഗമഹിമകളെ വിട്ട് അല്ലേരിയ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യാവതാരം എടുത്തു വന്നവൻ. അല്ലേരിയ. സ്തോത്രം. മനുഷ്യാവതാരം എടുത്തു വന്നവൻ, വചനം ജഡമായി തീർന്നവൻ, കൃപയും സത്യം നിറഞ്ഞു നമ്മുടെ ഇടയിൽ പാർത്തവൻ, അവൻ തന്റെ ജനത്തെ പാപങ്ങൾ രക്ഷിപ്പാനിക്കൊണ്ട് യേശു എന്ന് പേരിട്ട് വിളിച്ചവൻ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരുള്ളവൻ, ഞാനോ ലോകസ്ഥാനത്തോടെ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്നവൻ അറിയിച്ചതുവൻ, ഞാൻ നിന്നെ കൈവിടയിൽ ഉപേക്ഷിക്കിയിരുന്നു പറഞ്ഞ കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വേണം ജനിക്കാൻ. അതെല്ലാ വർഷവും ജനിക്കേണ്ടതല്ല, നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് എല്ലാ ദിവസവും യേശുണ്ടായിരിക്കണം. രക്തം ചെയ്യും. ഇത് ആണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന കാര്യമല്ല. 2025 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതിനെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നീ ഉറപ്പിക്കണം. പ്രൈസറോ. ഹല്ലേലൂയ. പ്രൈസറോ. ഈ വന്നും പോയി നിൽക്കുന്നവനല്ല യേശു. പ്രൈസറോ. ചിലരെയൊക്കെ ചെന്ന് പറഞ്ഞാൽ യേശു വന്നും പോയി നിൽക്കുന്നവനാണ്. യേശു വന്നും പോയി നിൽക്കുന്നത്, യേശു നമ്മുടെ കൂടെ സ്ഥിരം വസിപ്പാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നമ്മൾ പല സ്ഥലത്തും വന്നും പോയി നിൽക്കും. ഹല്ലേലൂയ. വന്നും പോയി നിൽക്കുക. അങ്ങനെയുള്ളവനല്ല. കർത്താവ് നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ, അവൻ എല്ലാ സമയം 24 മണിക്കൂറും അല്ലെങ്കിൽ നിന്നോട് കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ സ്നേഹിതേ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വേണം. ഞാനൊരു പുസ്തകത്തിൽ, ഒരു ദൈവദാസന്റെ പുസ്തകത്തില് ഞാനൊരു സംഭവം വായിച്ചു കേട്ടു കേട്ടോ. ഒരു മിലിറ്ററി അധികാരിയുടെ ഫോട്ടോ ഒരു വീടിന്റെ മുൻവശത്തുള്ള ഹാളിൽ തൂക്കിയിട്ടിരിക്കുക. മിലിറ്ററി അധികാരിയാണ്, അദ്ദേഹത്തിന്റെ ഫോട്ടോ ആ വീടിന്റെ മുമ്പിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ബോംബാക്രമണത്തിൽ മരിച്ചുപോയി എന്നുള്ള വാർത്ത ആ കുടുംബക്കാരെ ഞെട്ടിച്ചു. ആ മിലിറ്ററി ഉദ്യോഗസ്ഥൻ ബോംബാക്രമണത്തിൽ മരിച്ചുപോയി എന്നുള്ള വാർത്ത ആ കുടുംബത്തെ വളരെ വേദനയിലാക്കി. ആ മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ ഫോട്ടോ എന്ത് ചെയ്തു? അവരുടെ വീടിന്റെ ചുവരുമേൽ തൂക്കിയിട്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ ഓർക്കാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ ഫോട്ടോയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ മകൻ നിന്നുകൊണ്ട്
അപ്പം വീട്ടിലുള്ളവർ എല്ലാവരും പറഞ്ഞു, മോനെ നമ്മുടെ പപ്പ മരിച്ചുപോയി, ഗോപാക്കൻ മരിച്ചുപോയി, ഇനി പപ്പ മടങ്ങി വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആ മകനെ പറഞ്ഞ് ധരിപ്പിച്ച് ഈ മകൻ എന്ത് ചെയ്ത് ഈ ഫോട്ടോയുടെ കീഴിൽ പോയി നിന്ന് ആമൻ അച്ഛാ അലിയ അച്ഛാ, നിങ്ങൾ ഈ ഫോട്ടോയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കുക, ഞങ്ങളുടെ കൂടെ വസിക്കുക, അച്ഛൻ ഞങ്ങളുടെ ഇതിലേക്ക് വാങ്ങുന്ന പറഞ്ഞ് കുഞ്ഞ് കരയുക. കുഞ്ഞിന് ബോംബാക്രമണത്തിൽ ഈ അപ്പൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയാ, അപ്പൊ അച്ഛ ഇറങ്ങി വാ, ഞങ്ങളോട് വസിക്കുക, ഞങ്ങളോട് പാർക്ക്, ഞങ്ങളോട് സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞ് നിലവിളിക്കുക. അല്ലേ? അങ്ങനെ ഈ കുഞ്ഞ് വളരെ സന്തോഷപ്പെടുകയാണ്, സങ്കടപ്പെടുകയാണ്. ആമേ സ്തോത്രം. ഈ കണ്ണുനീരോടുകൂടി ഈ കുട്ടി അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇറങ്ങി അത് കണ്ണുനീരോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുക. ആമേ സ്തോത്രം. ആരെ കൊണ്ടും ആ കുട്ടി ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആമൻ. ഒരു പിതാവിന്റെ സ്നേഹവും തലോടലും നഷ്ടപ്പെട്ട ഒരു അനാഥനെ പോലെ കണ്ണുനീരോടുകൂടി ആ കുഞ്ഞിന്റെ കാഴ്ച, ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ കാണുന്നവർക്കെല്ലാം വളരെ സങ്കടമായി. ആ കാഴ്ച എല്ലാവർക്കും വളരെ വേദനയായി. കാരണം ആ കുഞ്ഞിനറിയില്ല തന്റെ അപ്പൻ മരിച്ചു പോയതാണെന്ന്, ഇനി ഒരിക്കലും വീട്ടിലേക്ക് വരില്ല എന്നും. അല്ലേ? ആ കുഞ്ഞിനറിയാതെ ഫോട്ടോയിൽ തൂക്കിയിട്ടിരിക്കുന്ന അച്ഛന്റെ ഫോട്ടോ മുമ്പിൽ കരഞ്ഞു വിലപിക്കുകയാണ്. കാണികളുടെ മനസ്സ്, ഹൃദയത്തെ ഉരുക്കുന്ന വേദന. രക്തം ചെയ്യും. എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? രക്തം ചെയ്യും. പെട്ടെന്ന് ആരോ കതകിൽ തട്ടുന്ന ഒരു ശബ്ദം കേട്ടി. ബാലൻ അവനിങ്ങനെ കണ്ണുനീരോട് പ്രാർത്ഥന. പെട്ടെന്ന് ആരോ കതകിൽ തട്ടുന്ന ഒരു ശബ്ദം കേട്ടു. ബാലൻ ഓടിപ്പോയി കഥ തുറന്നപ്പോൾ അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത വിലയിൽ അവന്റെ പിതാവ് ചിരിച്ച മുഖമായി അവിടെ നിൽക്കുക. ഈ ബാലന്റെ കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാൻ കഴിയത്തില്ലാത്ത നിലയില് ഈ ബാലന്റെ പിതാവ് ഈ അച്ഛൻ എന്ത് ചെയ്തു? ആമി മുറ്റത്ത് ചിരിച്ചുകൊണ്ടുള്ള മുഖത്തോടു കൂടി നിൽക്കുക. അല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. അല്ലെ, ചിരിച്ചുള്ള മുഖത്തോട് നിൽക്കുക. ബോംബാക്രമണത്തിൽ മരിച്ചുവെന്ന് പോയെന്ന് തെറ്റായിട്ടുള്ള അടയാളം കൊടുത്ത് അവരുടെ വീട്ടുകാരെ വിശ്വസിപ്പിച്ചു. ഈ പിതാവ് ബോംബാക്രമണത്തിൽ മരിച്ചുകൊണ്ട് തെറ്റായ വിവരമായിരുന്നു. അല്ലേ? അങ്ങനെ വീട്ടുകാരെ വിശ്വസിപ്പിച്ചു. അവരതുകൊണ്ടാണ് ഈ ഫോട്ടോ തൂക്കിയിട്ടത്, ഈ കുഞ്ഞിന്റെ മുമ്പിൽ കരഞ്ഞതും. അല്ലേ? അപ്പം ബാലൻ തന്റെ അച്ഛനെ കണ്ട ഉടൻ തന്നെ ബാലൻ അച്ഛനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അച്ഛന് ഉമ്മ കൊടുത്തു, ചുംബനം കൊടുത്തു. അച്ഛൻ മകനെ ഇടത്തിൽ ആളിച്ചു. ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടായ സന്തോഷം എത്ര വലുതല്ലേ, എത്ര ഭയങ്കരമായിരിക്കല്ലേ. ഒന്ന് ഓർത്തു നോക്കി. അച്ഛൻ മരിച്ചുപോയ ദുഃഖത്താൽ സങ്കടപ്പെട്ട് മറ്റാർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാതിരുന്ന കുഞ്ഞിന്റെ ആ കരച്ചിലിനടിയിൽ ആ പിതാവ് മുറ്റത്ത് വന്ന് വിളിച്ച കുഞ്ഞിനെ വന്ന് എടുത്ത് മാറോട് ചേർത്ത് പിടിച്ചപ്പോൾ ആ കുഞ്ഞിനുണ്ടായ സന്തോഷം എത്ര വലുതാണ്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. അല്ലേലൂയ. ആ കുഞ്ഞിന്റെ നിലവിളി പോലെ, അവൻ പിതാവ് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞ് നിലവിളിച്ചതുപോലെ, ആ നിലവിളിയുടെ മുമ്പിൽ മറ്റാർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാതിരുന്നത് പോലെ, പാപത്താൽ നിറയപ്പെട്ട് ശാപത്താൽ നിറയപ്പെട്ട് ലോകത്തിന്റെ അക്രമങ്ങൾ വീണ്, ഈ ലോകത്തിന്റെ ഇമ്പസുഖങ്ങളിൽ വീണ് നീ പാപത്തിൽ മരിച്ചു കിടക്കുന്ന നിന്നെ തേടിയെത്തിയ ഒരു യേശുണ്ട്. അല്ലേറിയ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് നിന്നെ മാറോട് ചേർത്ത് പിടിച്ച യേശുണ്ട്. അവൻ നിന്റെ പാപങ്ങൾ നിന്നെ രക്ഷിച്ച് ദൈവം നമ്മോട് കൂടെ നടത്തുള്ള ഇമ്മാനുവിലായി നിന്നോട് കൂടെ ഇരിക്കുവാൻ ഈ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പൊ തന്റെ മരിച്ചുപോയ അച്ഛനെ കിട്ടിക്കഴിഞ്ഞ് കുഞ്ഞിന് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ പോലെ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഹല്ലേലൂയ, കർത്താവ് യേശു ക്രിസ്തുവിനെ നിനക്കൊരു പിതാവായി കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം ഈ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ ക്രിസ്തുവിൽ ആനന്ദിക്കണം, ക്രിസ്തുവിൽ സന്തോഷിക്കണം. അപ്പൊ ആ കുഞ്ഞിന് മനസ്സിലായി, എന്റെ അച്ഛൻ മരിച്ചുപോയി എന്നുള്ള തെറ്റായ വാർത്തയായിരുന്നു. എന്റെ അച്ഛൻ മരിച്ചിട്ടില്ല, എന്റെ അച്ഛന് മരിക്കാൻ കഴിയില്ല, എന്നെ വിട്ടിട്ട് പോകാൻ കഴിയില്ല. ആ കുഞ്ഞിന്റെ ഹൃദയത്തിലുണ്ടായ സന്തോഷം പോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നെങ്കിൽ ഈ ലോകം കർത്താവായ യേശുവിന്റെ ക്രൂശിൽ തറച്ചു കൊന്നു, കല്ലറയിൽ വെച്ച് അടച്ച് പൂട്ടി മുദ്രയിട്ടുവെങ്കിലും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത്
പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണക്കി ഇനി നമ്മെ ചേർക്കാൻ വരും. അതുകൊണ്ട് അവന്റെ ജനനത്തെങ്കിൽ പറഞ്ഞ വാക്കുണ്ടല്ലോ, അവൻ തന്റെ ജനത്തെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കണം, യേശു എന്ന് പേർ വിളിക്കണം, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം ഇമ്മാനുവേൽ. അത് ഈ ഇമ്മാനുവേൽ മരണമില്ലാത്തവനാ. നമ്മുടെ കർത്താവിന് മരണമില്ലാത്തവനാ. ഈ മരണമില്ലാത്ത കർത്താവ് നമ്മോട് കൂടെ വാസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ജീവിതം എത്ര സന്തോഷമായി മാറും. രക്തം ചെയ്യും. അപ്പൊ നമ്മുടെ കർത്താവാണ് നമ്മുടെ കൂടെ വസിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് പലരുടെയും ജീവിതത്തിൽ കർത്താവില്ല. ഹല്ലേലൂയ. കർത്താവിനെ പലർക്കും അറിയത്തു പോലുമില്ല. ഈ ലോകത്തിലെ ഏത് സിനിമാ താരങ്ങളുടെ പേര് ചോദിച്ചാലും, ഏത് കായിക താരങ്ങളുടെ പേര് ചോദിച്ചാലും, മറ്റെന്ത് ചോദിച്ചാലും പെട്ടെന്ന് മറുപടി പറയുന്ന പലരും ഉണ്ട്. എന്നാൽ യേശു ആരാണെന്ന് ചോദിച്ചാൽ അത് പറയാൻ അറിയത്തില്ല. പ്രൈസ്. യേശു ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ അറിയാത്ത നീയാണ് സ്വർഗരാജ്യത്തിൽ പോകാനിരിക്കുന്നത്. രക്തം ചെയ്യും. വലിയ യേശു ആരാണെന്നും, യേശു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നതെന്നും, യേശു എന്തിനാണ് ജനിച്ചതെന്നും, അവൻ എന്തിനാണ് മരിച്ചതെന്നും എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത, അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത, അത് മനസ്സിലാകാൻ നീ ആഗ്രഹിക്കാത്ത നീ എങ്ങനെ സ്വർഗത്തിൽ പോകും? അല്ലേ? നിനക്ക് സ്വർഗം കിട്ടത്തില്ല, മറ്റൊരു സ്വർഗം കിട്ടും. ആ സ്വർഗത്തിന്റെ പേര് നരകമെന്ന. അല്ലേ? നരകക്കടലെന്നാണ്. സ്വർഗമല്ല, നരകക്കടൽ, നരകാഗ്നി, തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്യാണ്. അല്ലേറിയ. അതുകൊണ്ട് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി ആമേൻ നിന്നോട് കൂടെ എന്നും ഇമ്മാനുവേലായി ഇരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ നീ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നെങ്കിൽ അല്ലേറിയ, നിനക്ക് നിത്യതയിൽ എത്തിച്ചേരാം. ഇവിടുത്തെ പാപസുഖങ്ങളെ വിട്ട് മടങ്ങി വാ ശ്രോതാവേ. ഹല്ലേലൂയ. നിന്റെ പാരമ്പര്യം വിട്ട്, നിന്റെ പൗരോഹിത്യമൊക്കെ വിട്ടിട്ട്, നിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ, നിന്റെ കർമാചാരങ്ങളൊക്കെ വിട്ടിട്ട്, നിന്റെ ജീവിതത്തിന്റെ എനിക്ക് ചില സത്യങ്ങൾ അറിയാം, എനിക്ക് ചില സത്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്നെക്കവി ഞാനുമില്ല, ഞാനാണ് ശ്രേഷ്ഠൻ, ഞാനാണ് ഉന്നതൻ എന്ന് പറഞ്ഞ് ആത്മപ്രശംസയിലൂടെ നടക്കുന്ന ശ്രോതാവേ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മദ്യത്തിനും മയക്കുമരുന്നിനും വാനശാലകൾക്കും ലഹരിക്കും ചൂതാട്ടങ്ങൾക്കും ഇംഗിതങ്ങൾക്കും ഇമ്പങ്ങൾക്കും പരിശ്രമമായി നടക്കുന്ന സഹോദര, നീ അതൊക്കെ വിട്ടിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ഇമ്മാനുവേലായിരിക്കും ദൈവത്തെ നിന്നോടൊപ്പം ചേർത്ത് നടക്ക്. ഹല്ലേലൂയ. അപ്പൊ ഇമ്മാനുവേലിനോട് കൂടെ ചേർന്ന് നടന്നാൽ നിനക്ക് നിത്യതയിലെത്താം. അല്ലേ? ചന്ദനത്തോട് ചേർന്നാണ് ചന്ദനം മണക്കും, ചാണകത്തോട് ചേർന്ന് ചാണകം നറുന്ന. ലേലിയ പഠിത്ത ഒരു ചൊല്ലുണ്ടല്ലോ, ചന്ദനത്തോട് ചേർന്ന് ചന്ദനം മണക്കും, ചന്ദനം വെട്ടിയ മഴു ചോന്നാൽ ആ മഴുവിനും മണം ചന്ദനത്തിന്റെ ആയിരിക്കും. എന്നാൽ നമ്മൾ ചാണകത്തോട് ചേർന്ന് നടന്നല്ലോ, ചാണകം നാറും. ഈശ്വരോ, നീ ചന്ദനത്തോട് ചേർന്ന് നടക്കണം എന്ന് പറഞ്ഞാൽ നീ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കണം. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് അവനോട് കൂടെ ചേർന്ന് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ അവന് സൗരഭ്യവാസനയായി മാറണം. നമ്മൾ കർത്താവിന് സൗരഭ്യവാസനയായി മാറണം. ഇമ്മാനുവേൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് സൗരഭ്യവാസനയാകാൻ പറ്റത്തുള്ളൂ. ഇമ്മാനുവേൽ നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ ദുർഗന്ധം കൊടുക്കുന്നവനെ, ദുർഗന്ധമായിരിക്കും നിന്നെ വമിക്കുന്നത്. പ്രൈസറോ. ഹല്ലേലൂയ. അവിടെ നമ്മുടെ കൂട്ടത്തിൽ ഇമ്മാനുവേൽ വസിക്കണം കേട്ടോ. രക്തം ചെയ്യും. പാപത്താൽ നിറയപ്പെട്ട ശ്രോതാവേ, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന ശ്രോതാവേ, ഈ ലോകത്തിന്റെ മാലിന്യം ചണ്ടി കൂമ്പാരത്തെ വിട്ട് നീ മടങ്ങി വാ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, പൗലോസ് ക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ തന്റെ കഴിഞ്ഞകാല ജീവിതത്തെ എല്ലാം പൗലോസ് ചപ്പന്നും ചവറന്നു വേണ്ടി. ഹല്ലേലൂയ. അതെ, നീ മുറുകെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ പാരമ്പര്യമുണ്ടല്ലോ, നിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ നീ വെച്ചു അല്ലിയ കൊണ്ടു നടക്കുന്ന ചിലതൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ ചപ്പൊന്നും ചവർന്നു വേണം. നിന്റെ പണം, നിന്റെ ആരോഗ്യം, നിന്റെ സൗന്ദര്യം, നിന്റെ കഴിവ്, ഞാനെന്നുള്ള ഭാവം, അല്ലെങ്കിൽ എനിക്കെന്നുള്ള അങ്ങനെയുള്ള നീ വെച്ചു കൂടെ കൊണ്ട് നടക്കുന്ന നിന്റെ ആ പ്രശംസകളൊക്കെ നീ താഴ്ത്തി വെച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം, നീ കടന്നു വന്ന് ഇമ്മാനുവേലിനോടൊപ്പം ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇമ്മാനുവേൽ, അല്ലേ? ഇമ്മാനുവേൽ എന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിയണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ശ്രോതാവി, ഹല്ലേലൂയ, സ്തോത്രം, ശിശുവായി ഇറങ്ങി വന്ന യേശു എന്നെന്നും നമ്മോടുകൂടെ വസിക്കുവാനായി ഇമ്മാനുവേലായി മാറി. അപ്പം കന്യക ഗർഭം ധരിച്ചു, മറിയയുടെ വയറ്റിൽ ഗർഭം ധരിച്ചു. അല്ലയ, മറിയ ഗർഭം ധരിച്ചു, തന്റെ ഉദരത്തിൽ യേശുവിനെ. ഹല്ലേലൂയ.
ആ യേശുവിന് ഈ ഭൂമിയിൽ മറി ഉദരത്തിൽ ജനിച്ച് ആ യേശു ഭൂമിയിൽ വളർന്നു. ഹല്ലേലൂയ. അവൻ വളർന്ന് ഇമ്മാനുവേലായി നമ്മോട് കൂടെ വസിക്കുകയാണ്. യേശു ഒരു കുഞ്ഞു കുട്ടിയായിട്ട് നമ്മുടെ കൂടെ വസിക്കുകയല്ല ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ കുഞ്ഞു കുട്ടിയെ അല്ലെങ്കിൽ നമ്മൾ കൈക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ നമ്മൾ യേശുവിനെ കൈക്ക് പിടിച്ചുകൊണ്ട് നടക്കുകയല്ല. നമുക്കറിയത്തില്ലേ, പേരൻസ് മാതാപിതാക്കൾ എന്ത് ചെയ്യും? അവരുടെ കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ചുകൊണ്ട് നടത്തും. കാരണം എന്താ? നിലത്ത് വെച്ചാൽ ഉറും ഭരിക്കും, തലയിൽ വെച്ച പേനരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ ഒക്കത്ത് കൊണ്ട് നടക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളല്ലേ. ഹല്ലേലൂയ. നമ്മളെങ്ങോട്ട് പോയാലും നമ്മുടെ കുഞ്ഞിന്റെ കയ്യെ നമ്മൾ പിടിച്ചുകൊണ്ട് അവൻ റോഡിലേക്ക് ഓടിപ്പോകാതെ മറ്റൊന്നും വന്ന് ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകാതെ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കൈപിടിച്ചുകൊണ്ട് നടത്തും. അല്ലേ? അങ്ങനല്ലേ? അതെ, അങ്ങനെ. പക്ഷേ അങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളുടെ കുഞ്ഞിനെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ യേശുവിനെ ഇതുപോലെ കൈക്ക് പിടിച്ചുകൊണ്ട് നടത്തുമെന്ന് വേണ്ട. അവനെ ഒക്കത്തെടുത്ത് നടത്തണ്ട. നിലത്ത് ഉറുമ്പിരിക്കും, തലയിൽ വെച്ച് പേനിരിക്കും നമ്മൾ ഈ യേശുവിനെ ഒക്കത്തെടുത്തുകൊണ്ട് നടക്കണ്ട. നിങ്ങൾ യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ വിട്ടുകൊടുക്കണം. നിങ്ങളല്ല യേശുവിന്റെ കരങ്ങളെ പിടിക്കേണ്ടത്. യേശു നിന്റെ വലം കൈ പിടിക്കുക. ഇവിടെ ശിശുവായി ജനിച്ച യേശു അവൻ ഇമ്മാനുവേലായി, ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവേലായി. അവൻ നമ്മുടെ വലം കൈ പിടിച്ച് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ആ ഒരു തിരിച്ചറിവെങ്കിലും വേണം കേട്ടോ. ഇപ്പൊ ആരാണ് ശിശുവായി ജനിച്ച യേശു? ദൈവം നമ്മോട് കൂടെ നടത്തുള്ള ഇമ്മാനുവേലായി സദാസമയം നമ്മുടെ വലം കൈ പിടിച്ചിരിക്കുന്നു. അവന്റെ വലം കൈ വരച്ചിരിക്കുന്നു, അവന്റെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ വലം കൈ പിടിക്കുവാൻ നീ ഇമ്മാനുവേലിനെ ചേർത്ത് പിടിക്കണം. രക്തം ചെയ്യും. നമ്മൾ ഈ കുഞ്ഞുകുട്ടിയെ കൊണ്ട് നടക്കുന്നവരല്ല കേട്ടോ. യേശു കുഞ്ഞുകുട്ടിയൊന്നും അല്ല. യേശു ദൈവമാ, പൂർണ്ണ ദൈവമാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ടോ? ഇമ്മാനുവേൽ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കുടുംബം സ്വർഗം തന്നെയാകട്ടോ. രക്തം ചെയ്യുന്ന നിന്റെ കുടുംബം നരകം പോലെയല്ലേ? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, നിന്റെ കുടുംബം നരകമല്ലേ? ഹല്ലേലൂയ. എന്നോട് എത്രയോ പേര് പറഞ്ഞു, എന്റെ പാസ്റ്റർ കുടുംബം നരകം പോലെയാന്ന് പറയുന്നത് എത്ര പേരാണ്. ഇന്നും ആ ഭാഷ ഇന്നും ജനം പറയുമെന്ന്. ഇന്നും പലയിടത്തും ഇരുമ്പം എന്റെ പാസ്റ്റർ നരകത്തിൽ കിടക്കുന്ന പോലെ വീട്ടിൽ കിടക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അപ്പനെയും കൊണ്ട് സമാധാനമില്ല, ഭർത്താവിനെയും കൊണ്ട് സമാധാനമില്ല, ഭാര്യയും കൊണ്ട് സമാധാനമില്ല, അമ്മായിയും കൊണ്ട് സമാധാനമില്ല, അമ്മായിയപ്പയും കൊണ്ട് സമാധാനമില്ല, മക്കളെ കൊണ്ട് സമാധാനമില്ല. കുടുംബം ഒരു നരകം പോലെ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ കുടുംബം നരകമാണെങ്കിൽ അതിനെ സ്വർഗമാക്കുവാൻ ഇമ്മാനുവേലിന് കഴിയും. നിന്റെ അധീനമായ നരകത്തിന്റെ അനുഭവത്തോടെ കടന്നു പോകുന്നതിന്റെ കുടുംബത്തെ സ്വർഗമാക്കിയെടുക്കാൻ യേശുവിന് കഴിയുമെന്ന്. അത് എങ്ങനെ കഴിയും? നീ ഇന്ന് പകൽ യേശുവിന് നിന്നെ തന്നെ ഇന്ന് വിട്ടുകൊടുത്താൽ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ നിന്റെ കൈകൾ പിടിക്കുവാൻ, നിന്റെ കൈകൾ ഒന്ന് നീട്ടിക്കൊടുത്താൽ, നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ നിന്റെ കുടുംബത്തിനകത്തുന്ന നരകത്തിന്റെ അനുഭവത്തെ മാറ്റി സ്വർഗീയ സന്തോഷത്തെ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. യേശുക്രിസ്തു ജനത്തിങ്കൽ ദൂതന്മാർ പാടിയതുപോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ പോലെ ഇമ്മാനുവേൽ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ എല്ലാ സങ്കടങ്ങളും മാറും. രക്തം ചെയ്യും. പ്രൈസറോ. അതുകൊണ്ട് ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാവേ, നീ യേശുവിന്റെ വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. അപ്പൊ ശിശുവായി ഇറങ്ങി വന്ന ഹല്ലേലൂയ സ്തോത്രം യേശു എന്നും നമ്മോടുകൂടെ വസിക്കുവാനായി ഇമ്മാനുവേലായി മാറി. ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞു കിടന്നൊരു മർമ്മമായിരുന്നത്. ഹല്ലേലൂയ. ഇത് പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞു കിടന്നൊരു മർമ്മം, അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തുക. അതാണ് നമ്മൾ കൊലോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. കൊലോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം കണ്ടത്, അവരോട് ചാന്തികടിയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. കണ്ടോ? ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ അവനിപ്പം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവായി നിങ്ങളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുക. അതാ ഞാൻ പറഞ്ഞ പൂർവ്വകാലങ്ങൾക്ക്, പിതാക്കന്മാർ പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞു കിടന്ന ഹല്ലേലൂയ എന്നാണ് പറയുന്നത്. സ്തോത്രം. അത് ദൈവം നമുക്ക് നൽകി തരികയാണ്. പ്രൈസ്. പൂർവ്വകാലത്ത് മറഞ്ഞു കിടന്ന മർമ്മം സഭയാകുന്ന മർമ്മത്തെക്കുറിച്ച് ഇവിടെയാണ് പറയുന്നത്. അതുകൊണ്ട് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇമ്മാനുവേൽ നിന്റെ ഉള്ളിൽ വസിപ്പാൻ നിന്റെ ഹൃദയം കൊടുത്തിട്ടുണ്ടോ? നിന്റെ ഉള്ളിൽ ഈ യേശു വസിക്കട്ടെന്ന്. പ്രൈസറോ.
എന്നെ കേൾക്കുന്നത് പരിശുദ്ധാത്മാവും മുഖാന്തരം നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ എല്ലായ്പ്പോഴും അനുഭവിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിലൂടെ, ആത്മാവിന്റെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അവന്റെ കരം പിടിച്ച് നടക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ആരുടെ? യേശുവിന്റെ, ഇമ്മാനുവേലിന്റെ കരം പിടിച്ച് നടക്കുവാൻ കഴിയുന്നെങ്കിൽ ഹല്ലേലൂയ, അവന്റെ മൃദുവായ സ്വരം നിന്റെ ഹൃദയത്തിൽ കേൾക്കും. ഇമ്മാനുവേലിന്റെ വലം കൈ പിടിച്ച് നടക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവിന്റെ മൃദുവായ സ്വരം നീ കേൾക്കും കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ ദൈവിക സാന്നിധ്യം, ദൈവിക ശക്തിയും, ദൈവിക കൃപയും, ദൈവിക കാരുണ്യവും നിങ്ങളോട് കൂടെ വസിച്ചുകൊണ്ടിരിക്കും. എവിടെ പോയാലും. ഹല്ലേലൂയ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ അതിനെ വിട്ട് മാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യുന്നുവെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:10. അതെ, ദൈവം നമ്മോട് കൂടെ എപ്പോഴും. അവൻ നിന്നോട് കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. അവൻ നിന്നോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നിന്നോട് കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നീ കേരളത്തിലാകട്ടെ, ഭാരതത്തിലാകട്ടെ, ലോകത്തിന്റെ ഏതെങ്കിലും രാജ്യങ്ങളാകട്ടെ, ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവേൽ നിന്നോടൊപ്പം വസിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാർ പറയട്ടെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഇമ്മാനുവേലിനെ നീ കൂടെ ചേർക്കാൻ കഴിയുമോ? നിന്റെ കുടുംബത്തിന്റെ നരകയാതനയെ മാറ്റി സ്വർഗീയ സന്തോഷം തരും ദൈവം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തൂളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുന്ന യെശയ്യാ പ്രവാചകൻ അവന്റെ പുസ്തകത്തിൽ 9-6 യേശുവിന്റെ ജനനത്തെക്കുറിച്ച്, യേശുവിന്റെ ജനനത്തിൽ 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു. അത് മത്തായി സുവിശേഷം 1:21-22-23 വാക്യത്തിൽ വായിച്ചല്ലേലൂയ. ഈ ദൈവമോനായ നമ്മുടെ ഹൃദയത്തിൽ വസിപ്പാൻ, നമ്മളിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. അല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്ക. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം, ഈശ്വര്യ പിതാവ്, യുവതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കേരളത്തിൽ ഭാരതലോക രാജ്യം 800 കോടി ജനത്തിന് ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത് വരെ പാർക്കുന്ന സകല രാജ്യരാഷ്ട്ര തലവന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അപാരവൃത്ത ജനങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ജനം അല്ലെ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ഇമ്മാനുവേലായിരിക്കുന്ന ദൈവത്തെ ചേർത്ത് പിടിക്കുവാൻ, ചേർത്ത് ഇമ്മാനുവേലോട് വസിപ്പാൻ ജനത്തെ ഒരുക്കണമേ. മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥം, ചൂതാട്ടം, ജഡിക്ക് വ്യഭിചാര, പരസ്യങ്ങൾ, അശുദ്ധി, ദുഷ്കാമങ്ങൾ, കോട്ടേഷങ്ങൾ, ഉല്ലാസങ്ങൾ, ഭൂമാവികൾ, ബ്ലേഡുമാർ, സ്ത്രീമാവികൾ, പിടിച്ചുപറിക്കൽ, മോഷ്ടാക്കൾ, നരക യാതന അനുഭവിക്കുന്ന തീവ്രവാദ, ഭീകര, വർഗീയത, രക്തച്ചൊരിച്ച് നടത്തുന്ന ഇവിടുത്തെ മതങ്ങൾ, രാഷ്ട്രീയങ്ങൾ, എല്ലാ കർത്താവ് കാപ്പട്ടിത്തം നിറയപ്പെട്ട് കിടക്കുന്ന എല്ലാ കൊള്ള പലിശക്കാരും, ബ്ലേഡുകാരെയും, ദിവ്യാഗ്രികളെയും, എല്ലാ ചൂതാട്ടക്കാരെയും ദൈവം സന്ദർശിക്കണമേ. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ഈ ലോകത്തിന്റെ ചെറിയ പാപസ്വങ്ങൾ വീട് കിടക്കുന്ന ചില മടങ്ങി വരുവാൻ നരകത്തിലൂടെ യാത്ര ചെയ്യുന്ന, നരക കടലിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തെ ഇന്ന് കർത്താവ് ദൈവം വേർതിരിക്കണമേ. അല്ലെങ്കിൽ അവർക്ക് മാനസാന്തരം കൊടുക്കണമേ. ഇമ്മാനുവേലായ ദൈവം അവരോട് കൂടെ വസിപ്പാൻ ജനത്തിന്റെ ഹൃദയങ്ങളെ കർത്താവ് ഒരുക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലേരിയ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓമ്പോടുള്ള ദൈവജനത്തിന് അധിക മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അല്ലേരിയ ദൈവദാസന്മാർക്കായി കഷ്ടതയിലൂടെ കടന്നു പോകുന്ന അനവധി മേഖലകളുടെ ക്രൈസ്തവ പീഡകൾ വർദ്ധിക്കുമ്പോൾ അതിന് നടുവിൽ കർത്താവ് ഇമ്മാനുവേലിന്റെ കൈപിടിച്ച് ഇമ്മാനുവേലിൽ ചേർന്നിറക്കുവാൻ ജനത്തെ ഒരുക്കണമേ. ഈ ഡിസംബർ 25 കൊണ്ട് കർത്താവ് വീണ്ടും ജനം പാപത്തിലേക്ക് മടങ്ങിപ്പോകാതെ, പാപത്തിൽ വീഴാതെ, യേശുവിന്റെ ജനനം എന്ന് പറയുന്ന ആളുകൾ കർത്താവ് 2025 വർഷങ്ങൾക്ക് കാൽവറി, അല്ലേരിയ 2025 വർഷങ്ങൾക്ക് മുമ്പ് മാനകുലത്തിന് വേണ്ടി ഭൂമിയിലേക്ക് ജനിച്ച, ഈ ഭൂമിയിലേക്ക് പിറന്ന, അല്ലെങ്കിൽ മനുഷ്യാവതാരം എടുത്ത യേശുവിടെ ഹൃദയങ്ങളിൽ വസിപ്പാൻ, ഇമ്മാനുവേലായി വസിപ്പാൻ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലത്തിന്മേലും ദൈവനീതി വെളിപ്പെടണമേ. കർത്താവ് ജനത്തിൽ ഹൃദയങ്ങൾക്ക് ഒത്തിരി വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ. ഈ ലോകത്തിന്റെ മാലിന്യങ്ങളോടൊപ്പം കൂടിയല്ല നടക്കേണ്ടത്, ദൈവത്തോടു കൂടിയാണ് നടക്കേണ്ടതെന്നുള്ള തിരിച്ചറിവ്, മഹത്വത്തിന് പ്രത്യാശ, ക്രിസ്തു ഉള്ളിൽ വസിപ്പാൻ, ഇമ്മാനുവേലെ വസിപ്പാൻ ജനത്തെ ഒരുക്കണമേ. സകല ദൈവമക്കളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.